ഹലോ മൈ ഗൈസ്, അപ്പോൾ നോർത്ത് ഇന്ത്യൻ വ്ളോഗിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഡൽഹിയിലുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടോ എല്ലാവരും. ഈ വീഡിയോയിൽ നമ്മൾ നേരെ ഡൽഹിയിൽ നിന്ന് മണാലി പോകാൻ പ്ലാനിട്ടിൽ എന്താക്കി രാത്രി ബസ് കയറി ഏകദേശം 12 മണിക്കൂറുള്ള യാത്രയുണ്ട്. 550 കിലോമീറ്റർ ഉണ്ട് ഡൽഹി ടു മണാലി. മണാലിയിലേക്ക് ഇപ്പോൾ നല്ല കാര്യമായ ബസ്സും തുടങ്ങി, കാര്യമായ റോഡും അതിനൊന്നും പൊടിക്കണമെന്നില്ല, സുഖമായിട്ട് കിടന്നിട്ട് ഇറങ്ങിയിട്ട് നേരെ വരാം. അങ്ങനെ മണാലി എത്തിയിട്ട് നമ്മൾ മഞ്ഞ് കണ്ടിട്ട് അതിൻ്റെ ആകെ ബേജാറിലുണ്ടാവാണ്. ഒരു അണ്ണനെ കിട്ടി, അണ്ണൻ ജില്ലയിൽ റൂമും ഫുഡ് മഞ്ഞ് എല്ലാം കാണിച്ച് തരാൻ്റെയൊക്കെ വരുന്നത്. അങ്ങനെ അണ്ണൻ്റെ ഒക്കെ കയറിയിട്ട് നേരെ വിട്ടു. അങ്ങനെ റൂമിലൊക്കെ ഫ്രഷായി ഫുഡെല്ലാം ആക്കി എന്താക്കി മഞ്ഞ് കാണാനായിട്ട് വിട്ടു. എടുത്തോളം വന്നിട്ട് മഞ്ഞ് കണ്ടിട്ട് എന്തെങ്കിലും എന്താക്കി മഞ്ഞ് കാണാനായിട്ട് വിട്ടു. അങ്ങനെ അട്ടൽ ടണൽ എത്താനാവുണ്ടല്ലോ, അവനെ മഞ്ഞ് കണ്ടേരിയോ എന്ത് മഞ്ഞ്, കിതുമത്തിൻ്റെ മഞ്ഞ്, അങ്ങനെ മഞ്ഞുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മഞ്ഞ് കണ്ടിട്ട് പിന്നെ ഞാൻ എന്തായത് നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് കണ്ടു ഞാൻ റീൽസ് എടുക്കാത്ത വിടില്ല. അങ്ങനെ കാര്യമായ റീൽസ് എല്ലാം എടുത്ത് റീൽസ് ഒരു സ്ഥലത്തും ഒരു ചായ കുടിക്കൽ ഫറലാക്കിയതുകൊണ്ട് ഞാൻ എന്താക്കി ചായ കുടിച്ച് നേരെ ആടുന്നു. അപ്പോൾ നിങ്ങൾ ഈ ജാക്കറ്റെല്ലാം കാണുമ്പോൾ വിചാരിക്കും പ്ലാൻ ഇല്ലായിട്ട് വന്നിട്ട് ജാക്കറ്റെല്ലാം എങ്ങനെയാണ്. ജാക്കറ്റെല്ലാം ഇപ്പോൾ നോർന്നൊന്നുമല്ല, ഇവിടെ 100-150 പുറത്തും ഇവിടെ ജാക്കറ്റെല്ലാം രണ്ടിന് കിട്ടുന്നു. ഒരു കിട വന്നിട്ട് തിരിച്ചു കൊടുക്കുക, അത്ര തന്നെ. അങ്ങനെ നമുക്കടെ കാര്യമായ മഞ്ഞുമലകൾ കണ്ടുകൊണ്ട് നേരെ പൊട്ടി നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം അട്ടൽ ടണലൊന്നും അല്ല, സൊലങ്ക് വാലിക്കാണ് നമ്മൾ പോകാൻ പ്ലാൻ ഇട്ടിട്ട് വന്നത്. അങ്ങനെ ഞാൻ ആടുന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ഉണ്ടോ അത്ര തന്നെ അട്ടൽ ടണൽ ടു സൊലങ്ക് വാലി. ഇവിടെ ആണെങ്കിൽ 365 ദിവസം ഉണ്ടല്ലേ മഞ്ഞ് മലകളായിട്ടുണ്ട്. എന്ത് ടെൻഷൻ ആക്കണമെന്നില്ല മഞ്ഞ് കണ്ടിട്ട്. ഇവിടെ വന്നിട്ടാകുമ്പോൾ എന്നിട്ട് തിരക്കലും ഒന്നും കട കാര്യമായ തിരക്കും പിന്നെ മഞ്ഞ് കണ്ട സന്തോഷത്തിൽ 6 മാതി حبيبي وقته قناه بس صوص قناه لا صوص صوص ممكن سلموني صوص كويس الاكسبيرينس هل قال عندك ما ادري قال ഇല്ലെങ്കിലും തീർക്കും കണക്ട് അങ്ങ് വരാം അത്ര ഒരു പ്ലേസ് നോക്കി പ്ലേസ് ഇപ്പൊ നാളെ മറ്റന്നാൾ വരയ്ക്കാതെ ഗുഡ് എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുന്നു അല്ല എന്താ എന്തോട്ട്. പിന്നെ ഞാൻ എന്താക്കി മറ്റേ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമില്ല, ഐസ് എടുത്തിട്ട് ഫ്രൂട്ടി മിക്സ് ആക്കി തന്നത്. അങ്ങനെ അതൊന്നും ഒന്ന് ട്രൈ ആക്കി. അണ്ണ ഒരു പട്ടി ഷോക്ക് വേണ്ടിയിട്ട് ഇറക്കിയത് വലിയ കാര്യമായതൊന്നുമല്ല. പിന്നെ ചായ കൂടി പറഞ്ഞാണെന്ന് എല്ലാവർക്കും അറിയില്ല. പിന്നെ ഒരു ചായ കുടിച്ചു അടുത്ത് തന്നെ. പിന്നെ കുറച്ച് സ്ലോ മല്ല ഇട്ടിട്ട് എന്താക്കി നേരെ റിട്ടേൺ വിട്ട്. അങ്ങനെ റിട്ടേൺ വന്ന് നേരെ റൂമിലേക്ക് വന്ന് നല്ല ക്ഷീണുണ്ടായി മഞ്ഞ് മലയിലൊക്കെ കളിച്ചതല്ലോ. അങ്ങനെ റൂമിലേക്ക് വന്ന് കുറച്ച് ഫ്രഷായി കുറച്ച് റെസ്റ്റെല്ലാം എടുത്തിട്ട് എന്താക്കി ഫുഡാക്കിയിട്ട് നല്ല കാര്യമായ ഫുഡുണ്ട്, ടെൻഷൻ ആക്കണമെന്നില്ല. അങ്ങനെ ഫുഡെല്ലാം ആക്കിയിട്ട് നേരെ പുറത്തേക്ക് മണാലി നൈറ്റ് വരെ പുറക്കാൻ വേണ്ടിയിട്ട് മണാലി മാർക്കറ്റെല്ലാം കണ്ടിട്ട് വരാലിട്ട് എന്താക്കി നേരെ പുറത്ത് വന്നു. പിന്നെ നൈറ്റ് പുറത്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടല്ലേ, സൂക്ഷിക്കണം മക്കളെ, വളരെ സൂക്ഷിക്കണം. കാരണം ഇവിടെ കുറേ ഡ്രഗ്സ് വേണമെന്ന് വെച്ചിട്ട് കുറേ ആൾക്കാർ വരും, പെടരുത് പറഞ്ഞ് എന്തെങ്കിലും ട്രൈ ആക്കാനായിട്ട് വന്നിട്ടുണ്ടല്ലേ കുടുങ്ങിപ്പോവും. നമ്മൾ ഇപ്പോൾ ഹാൻഡ് ഓവർ ആക്കുന്ന അപ്പം നമ്മൾ പൊക്കിക്കൊണ്ട് പോകും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അങ്ങനെ എന്താക്കി കിടന്നിട്ട് തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ എണിച്ചിട്ടാകുമ്പോൾ മഞ്ഞുമലകളെല്ലാം റൂമിലേക്ക് തന്നെ കാണുന്നത്, നല്ല കാര്യമായ വ്യൂ എല്ലാം റൂമിൽ തന്നെ കിട്ടിക്കൊണ്ട്. അങ്ങനെ കുറച്ച് സ്പെഷ്യലായിട്ട് എന്താക്കി ഇവിടെ തന്നെ അടിമ്പ ടെമ്പിളായിട്ട് ഒരു സ്ഥലമുണ്ട്, അത് നമ്മൾ റൂമിൽ എടുത്ത് തന്നെ ഉണ്ട്, അതിൻ്റെ അടുത്ത് തന്നെ റൂം എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് കാണാനായിട്ട് പോയി. അങ്ങനെ കാണാൻ ഇവിടെ ഒരു ഇപ്പോൾ ഇരുന്നിട്ട് പെയിൻറ്റിങ് ആക്കിയോണ്ട് ആർക്ക് കാണിക്കാനെന്ന് നിൽക്കുക. അങ്ങനെ അതും കണ്ടിട്ട് കുറച്ച് ഇപ്പോൾ വരുമ്പോണ്ടല്ലേ ഒരാൾ പാട്ട് പാടുന്നുണ്ട്, കാര്യമായ പാട്ട് നോക്കി പറ്റിട്ട്. ഇതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള അടിമ്പ ടെമ്പിൾ പോകുമ്പോൾ ഇങ്ങനത്തെ കുറേ ആക്കുകളെല്ലാം കാണാൻ കഴിയും. പിന്നെ മെയിൻ കാര്യം അല്ലെങ്കിൽ എന്തല്ല ഇവിടുത്തെ കുറേ മരം ഇങ്ങനെയുള്ള ഒരു കാടെല്ലാം ഉണ്ടല്ലേ, നല്ലൊരു വൈബ് അട്രാക്ഷനായിട്ടുള്ള മരകളും. ഇത് കഞ്ചാവല്ലേ, ഇതൊരു ചെടിയാ, നമ്മൾ തുളസിയെ കൂട്ട്. പിന്നെ ഇങ്ങനെ നടന്നിട്ടാകുമ്പോൾ കാട്ടിൽ കുറേ നടന്നിട്ടാകുമ്പോൾ എന്തോ ഒരു സാധനമല്ല കാണാൻ കഴിഞ്ഞാൽ തോട്ടിൽ വെള്ളം പോകുന്നത് കുറേ ആൾക്കാരെല്ലാം നിന്നിട്ടേ നമ്മൾ എന്തെന്ന് കാര്യമായിട്ട് നോക്കാൻ പോയിട്ടാകുമ്പോൾ തിരിച്ചിട്ട് വന്നാണ്. ഇങ്ങോട്ടെല്ലാം വന്നിട്ടാകുമ്പോൾ ഉണ്ടല്ലേ ഇതുപോലത്തെ മൊനാസ്ട്രികൾ കുറേ കാണാൻ കിട്ടും. പിന്നെ നമ്മൾ ഇവിടെ ഭയങ്കര റീൽസ് ആക്കാതെ വരാത്തോണ്ട് ഇതാ ഇങ്ങനത്തെ അങ്ങനെ അന്ന് പോയിട്ട് എന്താക്കി ബാഗെല്ലാം പാക്ക് ആക്കിയിട്ട് നേരെ നാട്ടിലേക്ക് പോകാനായിട്ട്
വന്നിട്ട് ഇപ്പോൾ പോരുന്ന വന്നിട്ട് കുറേ ദിവസമായിരുന്നു. നാട്ടിലൊക്കെ ആയിട്ട് പ്ലാനിട്ട് ഒരു ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ആകുമ്പോൾ വരെ പൊടിക്കാറ്റ് എന്ത് കാറ്റ് ഉപ്പ ഇവിടെ ബസ് സ്റ്റാൻഡ് അങ്ങ് ഒരു 1000 ബസ് ഉണ്ടാവും. അത്ര ബസ്സും അങ്ങനെ നമ്മൾ ബസ് എടുത്തിട്ട് നമ്മൾ നേരെ പോകാനായിട്ട് പ്ലാനാക്കി. അങ്ങനെ നേരെ പോയിട്ട് അങ്ങനെ രാവിലെ ആകുമ്പോൾ നമ്മൾ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അങ്ങനെ അവിടെ നിന്ന് ട്രെയിൻ ബുക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നേരെ ട്രെയിനും കയറി നാട്ടിലേക്ക് പോയി. നാട്ടിലേക്ക് പോകാൻ്റെ പ്ലാനിട്ട് നാട്ടിലേക്ക് കയറി ട്രെയിൻ വിട്ടിട്ടാകുമ്പോൾ ഈ ഓള് കടിയത്തിൽ വെള്ളം കൊണ്ടുവരുന്നുണ്ട്. ആരി കൊടുക്കാനും നരിക്കറി ഇങ്ങനെ കുറേ കാഴ്ചകൾ ഈ ട്രെയിനിൽ നോർത്ത് സൈഡ് പോകുമ്പോൾ കാണാൻ പറ്റും. പിന്നെ ഫുഡ് നല്ലത് ട്രെയിനിൻ്റെ ഫുഡ് അറിയാമല്ലോ, ഇങ്ങനത്തെ എന്തെങ്കിലും തിന്നിട്ട് ജീവിക്കാം. പിന്നെ ഇന്ത്യൻ റെയിൽവേൻ്റെ അവസ്ഥ ചെല്ലണമെന്നും ഇല്ലാതെ നമ്മൾ തന്നെ ആയതുകൊണ്ട് കടിച്ചു പിടിച്ച് നിൽക്കണം അത്ര. പിന്നെ നല്ല മാപ്പിള പാട്ടെല്ലാം ഒപ്പിച്ച് എന്താക്കി എല്ലാവരും സന്തോഷിപ്പിക്കാറുണ്ട് പാട്ടിട്ട്. ആരും സന്തോഷവും ഇല്ല, എല്ലാവർക്കും നിൽക്കാനുള്ള സ്ഥലം പോലും ഇല്ലാത്തതുകൊണ്ട് ബേജാറിലുണ്ട്. നമ്മൾ പാട്ടും കെട്ടിട്ട് ഇങ്ങനെ ഇരുന്നോണ്ട് വന്നു. അങ്ങനെ ഫൈനലി നമ്മൾ നാട്ടിലേക്ക് എത്തി. കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ നാട് കണ്ട. ഓക്കെ ബൈ, അടുത്ത വീഡിയോ കാണാം.